പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നമുക്കിത് സ്ലൈഡർ എന്ന് പറയുന്ന ഓപ്ഷനുമായി ബന്ധപ്പെട്ട ജിയോജിബ്ര നമുക്കിന്നൊന്ന് പരിചയപ്പെടാം. ഈ ജിയോജിബ്രയിൽ നമ്മുടെ ഗണിതത്തിൻ്റെ ചലനാത്മകത വ്യക്തമാക്കുന്ന ഒന്നാണ് ഈ സ്ലൈഡർ. അപ്പോൾ സ്ലൈഡർ ഞാൻ ആദ്യം സെലക്ട് ചെയ്യുന്നു. അഥവാ ആനിമേഷൻ കൊടുക്കാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ഇതിൽ സ്ലൈഡർ ഞാൻ റൈറ്റിൽ കൊണ്ടുവന്ന് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു നമ്പർ ആംഗിൾ ഇൻഡിജർ, ഞാൻ നമ്പർ വെച്ച് ആദ്യം പറയാം. നമ്പർ ഇപ്പോൾ എ ആണ് ഇതിനകത്ത് കിടക്കുന്നത്. അതിനകത്ത് മിനിമം എന്ന് പറയുന്നത് നമുക്കൊരു 0 കൊടുക്കാം. മാക്സിമം എന്ന് പറയുന്നത് ഒരു 15 കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഇൻക്രിമെൻറ്റ് വേണമെങ്കിൽ 1 കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 0.1 കൊടുത്താൽ മതിയാവും. ഓക്കെ, അതിനുശേഷം ഞാൻ ഓക്കെ കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഈ ലൈൻ ടൂൾ ഉണ്ട്. ലൈൻ ടൂളിൽ ഗിവൺസ് വിത്ത് സെഗ്മെൻറ്റ് വിത്ത് ഗിവൺ ലെങ്ത്ത് സെലക്ട് ചെയ്യുക. അത് ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്ലൈഡർ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം ജസ്റ്റ് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തു. അപ്പോൾ എത്ര ലെങ്ത്ത് വേണം? ഞാൻ 2 സെൻറ്റിമീറ്റർ ലെങ്ത്ത് കൊടുത്തു. 2 എന്ന് കൊടുക്കണമെന്നില്ല. ജസ്റ്റ് ഞാനിപ്പോൾ കൊടുക്കുന്നത് നേരത്തെ കൊടുത്ത 1 2 ഒക്കെ കൊടുക്കാം. ഞാൻ നേരത്തെ കൊടുത്തിരുന്ന ഇതിന് സ്ലൈഡറിന് കൊടുത്തിരുന്ന അതേ പേര് തന്നെ ഇവിടെ ലെങ്ത് ആയിട്ട് കൊടുക്കുന്നതാണ് ബെറ്റർ. അഥവാ A = 1 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ A എന്ന് മാത്രം കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു ലൈൻ വന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഈ സ്ലൈഡറിലൂടെ നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ വലുതായി അഥവാ 1 സെൻറ്റിമീറ്റർ ആണെന്ന് ഞാൻ ഇൻക്രിമെൻറ്റ് കൊടുത്തത് അത് വെച്ച് വലുതാകുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇത് നമുക്കിങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ആനിമേഷൻ വേണേൽ കൊടുക്കാം. ഇതിനാണ് നമ്മൾ ആനിമേഷൻ യൂസ് ചെയ്യുന്നത്. ആനിമേഷൻ യൂസ് ചെയ്യണമെങ്കിൽ ഇത് ഇവിടെ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പം ആനിമേഷൻ ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആനിമേഷൻ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നടന്ന് ഓടിക്കോളൂ. ഓക്കെ, ഇത് 1 സെൻറ്റിമീറ്റർ കൊടുത്താണ്. 0.1 ആണെങ്കിൽ ലൈൻ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഓടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇത് ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് ഇവിടെ ഒരു പോസ്റ്റ് ബട്ടൺ ഉണ്ട്. ആ പോസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ലൈനുമായി ബന്ധപ്പെട്ട സ്ലൈഡർ എന്ന് പറയുന്നത്. ഇനി ഞാൻ സ്ലൈഡർ അടുത്തൊരെണ്ണത്തിന് കൂടെ എടുക്കുകയാണ്. ശ്രദ്ധിക്കണേ, അടുത്തൊരു സ്ലൈഡർ ഞാൻ എടുക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ രണ്ടാമതൊരു സ്ലൈഡർ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടെ B എന്നാണ് പേര് വന്നത്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 0 കൊടുക്കുന്നു. പിന്നെ ഇതൊരു 15 നമുക്ക് കൊടുക്കാം. 15 കൊടുക്കുന്നു. ഇൻക്രിമെൻറ്റ് നേരത്തെ പോലെ 1 തന്നെ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ പുതിയൊരു സ്ലൈഡർ B വന്നതായിട്ട് കാണാൻ പറ്റും. അവിടെ നമുക്കൊരു കാര്യം സർക്കിളുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാം. സർക്കിൾ വിത്ത് സെൻറ്റർ ആൻഡ് റേഡിയസ് നോക്കുക. ഞാനിപ്പോൾ ഇവിടെ നേരത്തെ അല്ലെങ്കിൽ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു പോയിൻ്റ് ക്ലിക്ക് ചെയ്തു. റേഡിയസ് എത്രയാണെന്ന് ചോദിക്കുന്നു. 2 ആണ് റേഡിയസ് എന്നിരിക്കട്ടെ. 2 റേഡിയസോടെ ഒരു സർക്കിളാണ് എനിക്ക് കിട്ടുന്നത്. അല്ലെ 3 റേഡിയസുള്ള സർക്കിൾ. അതിലും നല്ലത് നമുക്ക് ഈ സ്ലൈഡർ വെച്ച് ആനിമേഷൻ വേണമെങ്കിൽ നമ്മൾ ഈ 2 അല്ല കൊടുക്കേണ്ടത്. നേരത്തെ ഞാൻ കൊടുത്ത സ്ലൈഡറിന് B = 1 എന്നല്ല കൊടുത്തിരിക്കുന്നത്. B = 1 എന്ന് കൊടുത്ത സ്ഥിതിക്ക് ഞാനപ്പോൾ ചെയ്യുന്നത് ഇവിടെ B എന്ന പേര് മാത്രമാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഈ B എന്ന് പറയുന്ന സ്ലൈഡറിൽ ഞാനിങ്ങനെ വെച്ച് ക്ലിക്ക് ചെയ്യുമ്പം യെസ് അങ്ങനെ അതായത് നമുക്ക് കാണാൻ കഴിയും. ഈ ഓരോ സെൻറ്റിമീറ്റർ വെച്ച് അതിൻ്റെ റേഡിയസ് വലുതായി വരുന്നത് കാണാൻ പറ്റും. ഇത് നേരത്തെ പോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ ഓൺ കൊടുത്താൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പോയിക്കോളും. അപ്പോൾ രണ്ടിൻ്റെയും ആനിമേഷൻ ഒരേ സമയത്ത് ഇപ്പം നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, 15 റേഡിയസുള്ള സർക്കിളാകുമ്പോൾ കുറച്ച് വലുതാണ്. അപ്പോൾ 15 റേഡിയസായിട്ട് തിരിച്ചു വരുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇത് ക്ലോസ് ഓഫ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? ആനിമേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അത് ആനിമേഷൻ ക്ലോസ് ആയിക്കോളും. അപ്പോൾ അത് രണ്ടുമായി. ഇനി മറ്റൊരു സ്ലൈഡറും കൂടെ നമുക്ക് കൊടുക്കാം. സ്ലൈഡറിൽ ക്ലിക്ക് ചെയ്തു. ഞാൻ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു ലെറ്ററാണ് വന്നത്. ഇവിടെ വീണ്ടും ഞാനൊരു 0 മുതൽ ഞാൻ ജസ്റ്റ് ഒരു 10 വരെ കൊടുക്കുന്നതായിരിക്കും. 10 വരെ. ഇൻക്രിമെൻറ്റ് നേരത്തെ വരാനും 1 കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു. ഓക്കെ, അപ്പോൾ D ആണ് എനിക്ക് വേണ്ടത്. ഇവിടെ ഞാനൊരു ആംഗിൾ സെലക്ട് ചെയ്യുകയാണ്. ആംഗിൾ വിത്ത് ഗിവൺ സൈസ്. അപ്പം നമുക്ക് ആംഗിൾ കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു. ഇവിടെ ഒരു പോയിൻ്റ് ഞാൻ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ എത്രയാണ് ആംഗിൾ എന്ന് ചോദിക്കുന്നു. 45 ഡിഗ്രി എന്നുള്ളത് മാറ്റിക്കൊണ്ട് സ്ലൈഡറിൻ്റെ ലെറ്റർ ഏതാണോ ആ ലെറ്റർ ഇവിടെ കൊടുക്കുക. അവിടെ D ആയിരുന്നു, ഇവിടെ ഞാൻ D കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ആംഗിൾ വന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇത് മാറ്റുന്നതനുസരിച്ച് ആംഗിൾ വലുതാകുകയും ചെറുതാകുകയും ചെയ്യുന്നത് കാണാൻ പറ്റും. പിന്നെ കുറച്ചും കൂടെ വ്യക്തതയിൽ കിട്ടണമെങ്കിൽ നമുക്കത് ലൈൻ സെഗ്മെൻ്റാക്കി മാറ്റാം. അതായിരിക്കും നല്ലത്. ഞാൻ ലൈൻ സെഗ്മെൻ്റ് ആക്കാൻ വേണ്ടി ലൈൻ സെഗ്മെൻറ്റ് പോയി എടുത്തു.
അത് ക്ലിക്ക് ചെയ്യുന്നു. ഇത് ഇവിടെയും ഞാൻ ലൈൻ സെഗ്മെൻറ്റ് എടുത്തു, ഇതും ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇനി ഈ ആംഗിൾ ഫോം ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ. ഈ ആംഗിൾ ഫോം ചെയ്തത് ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ നേരത്തെ പോലെ ആനിമേഷൻ ഓൺ കൊടുക്കാം. അല്ലാതെ തന്നെ ഇപ്പം നിങ്ങൾക്ക് സ്ലൈഡർ ഇങ്ങനെ മാറ്റുമ്പോൾ തന്നെ ആംഗിൾ വലുതായി വരുന്ന കാണാൻ പറ്റും. പിന്നെ അല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആനിമേഷൻ ഓൺ കൊടുത്താൽ ഇത് ഇങ്ങനെ വലുതാകുന്നത് കാണാൻ പറ്റും. ഓക്കെ, കുറേ ഫിഗർ വരച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആംഗിൾ ഇങ്ങനെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ ഒരു ആനിമേഷൻ നമുക്ക് കൊടുക്കാൻ കഴിയും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പോസ് ചെയ്യാം. പോസ് ചെയ്ത ശേഷം വേണമെങ്കിൽ ഇത് ഇവിടെ വേണമെങ്കിൽ ഈ ആംഗിളിൻ്റെ കളറൊക്കെ മാറ്റുന്നത് ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നതാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുത്ത് എന്ത് ചെയ്താൽ മതിയാവും, ജസ്റ്റ് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിനകത്ത് ഈ കളർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം അതിലേത് ഈ കളറെന്ന് ഏതെങ്കിലും കളർ, ഇപ്പം ഞാൻ ബ്ലൂ കൊടുക്കുകയാണെങ്കിൽ ബ്ലൂ കൊടുത്തു. ഈ ഒപ്പാസിറ്റി കൂടുതലായി കൊടുത്താൽ ആംഗിൾ നല്ലപോലെ കളറായിട്ട് വരുന്ന കാണാൻ പറ്റും. അപ്പോഴത്തേക്കും നമുക്ക് ഈ ആനിമേഷൻ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയാകുന്നതായിട്ട് കാണാൻ പറ്റും. ആനിമേഷൻ ഞാൻ വീണ്ടും ഓണാക്കുന്നു, നോക്കുക, അത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് സ്ലൈഡറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.